തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളെ അടിമുടി മാറ്റിവരച്ചുകൊണ്ട് ഒരു പുതിയ സൂര്യോദയത്തിന് ചെന്നൈ സാക്ഷ്യം വഹിക്കുകയാണ്. പതിറ്റാണ്ടുകളായി DMKയും AADMKയും മാറി മാറി അടക്കി വാണിരുന്ന ദ്രാവിഡ രാഷ്ട്രീയ കോട്ടകളിലേക്ക് തമിഴക വെട്രിക്കഴകം എന്ന പുതിയ പ്രസ്ഥാനവുമായി വിജയ് നടത്തിയ കടന്നുകയറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ അവിശ്വസനീയമായ അധ്യായമായി മാറിക്കഴിഞ്ഞു. തമിഴ് മണ്ണ് എന്നും സിനിമയും രാഷ്ട്രീയത്തെയും നെഞ്ചോട് ചേർത്ത് വെച്ച ചരിത്രമാണുള്ളത്. MGRും ജയലളിതയും കരുണാനിധിയും തുടങ്ങി വെച്ച ആ സിനിമാ രാഷ്ട്രീയ ബന്ധത്തിന്റെ ഏറ്റവും പുതിയതും കരുത്തുറ്റതുമായ കണ്ണിയായി വിജയ് മാറിയിരിക്കുന്നു. എന്നാൽ കേവലം ഒരു സിനിമാ താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനപ്പുറം ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ബദലായി മാറാൻ TVKയ്ക്ക് സാധിച്ചു എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നത്. തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി വിജയ് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദങ്ങളിൽ ഗവർണർ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. 234 അംഗങ്ങളുള്ള തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റുകളാണ്. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK ഉയർന്നുവെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ഈ മാന്ത്രിക സംഖ്യയിൽ എത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ TVKയ്ക്ക് 108 സീറ്റുകളാണുള്ളത്. കോൺഗ്രസ് നൽകിയ പിന്തുണ കൂടി ചേർത്താൽ 5 സീറ്റുകൾ, അത് 113 ഉയരും. എന്നിരുന്നാലും ഭൂരിപക്ഷത്തിന് 5 സീറ്റുകൾ കൂടി ഇനിയും ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് 118 MLAമാരുടെ പിന്തുണ കത്ത് ഹാജരാക്കണമെന്ന് ഗവർണർ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിയമപരമായ നൂലാമാലകൾ ഒഴിവാക്കാൻ അദ്ദേഹം നിയമോപദേശം തേടുകയും ചെയ്തു. ഭൂരിപക്ഷം കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ സത്യപ്രതിജ്ഞ അനുവദിക്കൂ എന്ന ഗവർണറുടെ നിലപാട് വിജയ് ക്യാമ്പിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും മറ്റു സ്വതന്ത്രരുടെയും ചെറുകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് കൊളത്തൂർ മണ്ഡലത്തിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MK സ്റ്റാലിൻ TVK സ്ഥാനാർത്ഥിയായ VS ബാബുവിനോട് പരാജയപ്പെട്ടത് DMK ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഉടൻ തന്നെ സ്റ്റാലിൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി തമിഴ്നാട് രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്നത് കരുണാനിധിയുടെയും MGRന്റെയും കുടുംബങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോ ആയിരുന്നു. എന്നാൽ വിജയുടെ കടന്നുവരവോടെ ഈ ബൈപോളർ രാഷ്ട്രീയം തകരുകയും ഒരു മൂന്നാം ശക്തി സംസ്ഥാനം ഭരിക്കാൻ പോവുകയും ചെയ്യുന്നു. K കാമരാജിന് ശേഷം ദ്രാവിഡ പാർട്ടികളിൽ നിന്നല്ലാതെ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു എന്ന സവിശേഷതയും ഈ വിജയത്തിനുണ്ട്. തമിഴ്നാട്ടിൽ TVK പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് തീരുമാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും വഴി തുറന്നു. DMKയുമായുള്ള ദീർഘകാല സഖ്യം ഉപേക്ഷിച്ചാണ് കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേരുന്നത്. BJPയെ തമിഴ് മണ്ണിൽ നിന്നും അകറ്റി നിർത്താൻ ഒരു മതേതര സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാവ് ഗിരീഷ് വ്യക്തമാക്കി. എന്നാൽ ഈ നീക്കം ഇന്ത്യ മുന്നണിയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. തങ്ങളെ ചതിച്ചുകൊണ്ട് കോൺഗ്രസ് TVKയുടെ മന്ത്രിസഭയിൽ 2 സ്ഥാനങ്ങൾക്കായി വിലപേശുകയാണെന്ന് DMK വക്താക്കൾ ആരോപിക്കുന്നു. BJP ആകട്ടെ കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണെന്നും പ്രതിപക്ഷ നിര തകർത്തുവെന്നും പരിഹസിച്ചു. നാളെ രാവിലെ 11:30 ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. തന്റെ മന്ത്രിസഭയിൽ ആധുനികതയും ജനകീയതയും ഒരുപോലെ കൊണ്ടുവരാനാണ് വിജയ് ശ്രമിക്കുന്നത്. ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ടീമിനെയാണ് വിജയ് അണിനിരത്തുന്നത്. മന്ത്രിസഭയിൽ 2 പ്രധാന വകുപ്പുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കും. എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ നിർണായകമാകും. VCK, PMK തുടങ്ങിയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ നിർണായകമാകും. വിജയ് പിന്തുണയ്ക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ VCKയിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. അധികാരമേറ്റാൽ ഉടൻ വിജയ് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുക എന്നതാണ്. 6 MLAമാരുടെ കുറവ് നികത്താൻ അണിയറയിൽ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. CPI, CPM തുടങ്ങിയ ഇടത് പാർട്ടികൾക്കും 2 വീതം സീറ്റുകളുണ്ട്. ഇവരുടെ പിന്തുണ ഉറപ്പാക്കാൻ വിജയ്ക്ക് സാധിക്കുമോ എന്നത് രാഷ്ട്രീയ കേരളവും തമിഴ്നാടും ഉറ്റുനോക്കുന്നു. കൂടാതെ സിനിമയിലെ തന്നെ മാസ് ഇമേജ് ഭരണത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കും എന്നതും ചോദ്യചിഹ്നമാണ്. സിനിമാ സംഭാഷണങ്ങൾ പോലെ ലളിതമല്ല ഭരണമെന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും വികസന മുരടിപ്പും പരിഹരിക്കാൻ വ്യക്തമായ കർമ്മ പദ്ധതി ആവശ്യമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു മഹാസംഭവത്തിനാണ് ഇപ്പോൾ അരങ്ങൊരുങ്ങുന്നത്. സിനിമയിലെ സൂപ്പർ താരത്തിൽ നിന്നും തമിഴ് ജനതയുടെ മുഖ്യൻ എന്ന പദവിയിലേക്കുള്ള വിജയുടെ യാത്ര പൂമത്തകൾ വിരിച്ചതായിരുന്നില്ല. ഭരണകൂട വിരുദ്ധ വികാരത്തെയും ദ്രാവിഡ പാർട്ടികളുടെ കുടുംബ ഭരണത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയെയും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വിജയ്ക്ക് സാധിച്ചു. ചെന്നൈയിൽ ഇനി ഉയരുന്ന മുദ്രാവാക്യങ്ങൾ വെറും ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെതല്ല, മറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ തുടക്കത്തിൻ്റെതാകും. ഗവർണറുടെ സാങ്കേതിക തടസ്സങ്ങളെ മറികടന്ന വിജയ് തന്റെ വിക്ടറി പൂർത്തിയാക്കുമോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ മാറ്റങ്ങൾ എന്നും അയൽ സംസ്ഥാനമായ കേരളത്തിലും പ്രതിഫലിക്കാറുണ്ട്.